ഹലോ ഡിയേഴ്സ്, അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്, ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മക്കൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ 9 CBSEയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ സിലബസ് എത്രത്തോളം വലുതാണ് എന്നൊക്കെ ഉള്ളത് മക്കൾ ഇപ്പോഴേക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു സിലബസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചെടുത്തിട്ട് വേണം 9 CBSEയിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്. അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു അടിപൊളി പ്ലാനുമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ സയൻസിൽ നമുക്കറിയാം ബയോളജി, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അല്ലേ, 3 സബ്ജക്റ്റുകൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കെമിസ്ട്രി നോക്കുവാണെങ്കിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു വർഷം നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈസ് മാറ്റർ അറൗണ്ട് എ സ്ഫിയർ. തേർഡ് വൺ എന്ന് പറയുന്നത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആൻഡ് നമ്മുടെ ഫൈനൽ വൺ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദ ആറ്റം ആണ്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആയിട്ടുള്ള സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും 8th CBSEയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ല. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു മന്തിൽ, അതായത് ജൂണോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് സെറ്റാക്കി വെക്കാം അല്ലേ. അത് കഴിഞ്ഞു വരുന്ന ചാപ്റ്റർ ആണ് ഈ മാറ്റർ അറൗണ്ട് എ സ്ഫിയർ. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് അല്ലേ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് പുതിയ കോൺസെപ്റ്റുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് മാത്രമല്ല കുറച്ചധികം കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഏരിയകൾ ഒരുപാട് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഈ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഈ ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചു വെക്കും അല്ലേ. എന്നിട്ട് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഓഗസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഓണം എക്സാം ഒക്കെ വരുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തണം. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവണം. മാത്രമല്ല നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ റിവിഷൻ കൂടെ നമ്മൾ ആ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നമുക്ക് അതിനുകൂടെയുള്ള ഒരു ടൈമാണ് അല്ലേ. ഇനി ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദ ആറ്റം ആണ്. ഈ 2 ചാപ്റ്റേഴ്സ് ആണ് മക്കളെ നമ്മുടെ ഈ ഒരു ഇയറിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റർ എന്ന് മിസ് പറയും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ അല്ലേ, നമ്മുടെ 10th ബോർഡ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ 10th നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരുവിധപ്പെട്ട എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 2 ചാപ്റ്റേഴ്സിലായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പീരിയോഡിക് ടേബിളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരാറുണ്ട് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതുവരെ ഈ ഒരു 9th CBSEയിൽ എത്തി നിൽക്കുന്നത് വരെ മക്കൾ ആരും പീരിയോഡിക് ടേബിളോ അതിനകത്തുള്ള എലമെന്റ്സോ കാര്യങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സിൽ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലമെന്റ്സിനെ പറ്റിയും അതിൻ്റെ സിംബൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ ഫോർമുല എഴുതാൻ പഠിക്കുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് ദ ആറ്റം എടുക്കുകയാണെങ്കിൽ ആ ഒരു ഹിസ്റ്ററി പാർട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കും. വാലൻസി പോലെയുള്ള പുതിയ പുതിയ കോൺസെപ്റ്റുകളൊക്കെ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. ആൻഡ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അതുപോലെയുള്ള ഒരുപാട് ടേംസ്, ഒരുപാട് കോൺസെപ്റ്റുകളൊക്കെ വരുന്നത് എന്താണ്, ഈ ഒരു 2 ചാപ്റ്റേഴ്സിലായിട്ടാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ, നിങ്ങൾ ആലോചിക്കുക, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് അല്ലേ. കെമിക്കൽ റിയാക്ഷൻസിനൊക്കെ കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ എഴുതാറുണ്ട്. അതൊക്കെ കണ്ടു പരിചയം മാത്രമുള്ള നമ്മൾ അതിനകത്തുള്ള കെമിക്കൽ ഫോർമുലയൊക്കെ എഴുതാൻ പഠിക്കുന്നത് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്നതോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ച് സെറ്റാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ, അതായത് 10th വരുന്ന സമയത്തും അത് കഴിഞ്ഞ് എത്രത്തോളം കാലം നമ്മൾ സയൻസ്, നമ്മുടെ കെമിസ്ട്രി ഫോളോ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് നേരിടേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ, ഒക്ടോബർ മന്തിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നവംബറോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കെമിസ്ട്രിയിലുള്ള 4 ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടാവും. ഇനി നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്, റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷമുള്ള ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ നമ്മൾ നടത്തുന്നു. റിവിഷൻ
റിവിഷൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം PYQs നമ്മൾ പഠിച്ചെടുക്കുന്നു. മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലേ, കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക, 9 CBSE എന്ന് പറയുന്ന സമയത്ത് അവിടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ 10th ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണോ അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിച്ചെടുക്കാനായിട്ട്. അവിടെ MCQs ആയിക്കോട്ടെ, ഷോർട്ട് ആൻഡ് ലോങ് ആൻസർ ആയിക്കോട്ടെ, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓരോ ചാപ്റ്ററിനും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഈ പറയുന്ന പോലെ സിലബസ് ഒക്കെ കവർ ചെയ്ത് റിവിഷനൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന PYQs മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് മോഡൽ എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ പോവുകയാണെങ്കിൽ മക്കളെ നമ്മുടെ കെമിസ്ട്രിയിൽ ഈ പറയുന്ന 9 CBSE നമ്മുടെ ആനുവൽ എക്സാമിന് ഫുൾ മാർക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്തെടുക്കാനുള്ള നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ 9 CBSE മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം നിഞ്ച ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ നിഞ്ച ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച് സെറ്റായിട്ട് ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നിഞ്ച ബാച്ചിൽ കാണാം. ബൈ.